أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1162 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്തുൻ നൂറിലെ 21-22 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمره بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. صدق الله العلي العظيم. സൂറത്തുൻ നൂറിലെ 21-22 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപവാദ പ്രചാരണവും അത് സംബന്ധമായ വെളിപ്പെടുത്തലും ഒക്കെ കഴിഞ്ഞതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമൂഹത്തെ സാംസ്കാരികമായും ധാർമ്മികമായും വിമലീകരിക്കേണ്ട ഒരു പ്രക്രിയക്ക്, അങ്ങനെ ഒരു വിമലീകരണ പ്രക്രിയക്ക് വിധേയമാക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരിലെ നന്മ വളർന്നു വരാനും തിന്മ വിഭാടനം ചെയ്യപ്പെടാനും ഒക്കെ ഉപകരിക്കുന്ന വിധത്തിലുള്ള അടിസ്ഥാനപരമായ ചില തത്വങ്ങളും പാഠങ്ങളും പഠിപ്പിക്കുകയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആയാത്തുകളിലായിട്ട്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് സത്യവിശ്വാസികൾക്കിടയിൽ മ്ലേച്ഛത അല്ലെങ്കിൽ തിന്മ പ്രചരിപ്പിക്കുന്നതിന്
തിന്മ പ്രചരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വേദനയേറിയ ശിക്ഷയാണ് ഉള്ളത് എന്നത് വ്യക്തമാക്കുകയുണ്ടായി. അള്ളാഹുവാണ് ആരാണ് നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിന്റെ വിമലീകൃതമായ ഒരു മനസ്സിന്റെ ശുദ്ധി കൈവരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാവേണ്ടത്, ആരാണ് ഫാഹിഷത്തിന്റെയും ഹബായിസിന്റെയും ഒക്കെ ആളായിട്ട് മാറേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ അറിവുള്ളവനാണ് അള്ളാഹ്. ആരാണ് ഏറ്റവും ഉദാത്തമായ ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ കൈവരിക്കേണ്ടവൻ, ആർക്കാണ് അതിനുള്ള ഭാഗ്യം സിദ്ധിക്കേണ്ടത് എന്നതൊക്കെ അള്ളാഹുവിന് നന്നായിട്ട് അറിയാം എന്ന കാര്യം നമ്മൾ പിന്നിട്ട ഭാഗത്ത് സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഇന്ന് സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്ത് അള്ളാഹു വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം സത്യവിശ്വാസികളോടായിട്ട് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു. നേരത്തെ സത്യവിശ്വാസികളുടെ സമൂഹത്തില് മ്ലേച്ഛതയും തിന്മയും ഒക്കെ വ്യാപിക്കുന്നതിന് കാരണമാകുന്ന, അല്ലെങ്കിൽ അതിൽ അങ്ങനെ അത് വ്യാപിച്ചു കാണുന്നതില് ആ വ്യാപിച്ചു കാണുന്നതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ താക്കീത് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനെ തുടർന്നാണ് സത്യവിശ്വാസികളെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ഒരു കാര്യം പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങള് പിശാചിന്റെ കാൽപ്പാടുകൾ പിന്തുടരരുത്. ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. ഖുതുവത്ത് എന്ന് പറഞ്ഞാൽ ഫുഡ് സ്റ്റെപ്സ് ആണ്, കാൽപ്പാടുകൾ. പിശാചിന്റെ കാൽപ്പാടുകൾ പിന്തുടരുന്നവരാകരുത് നിങ്ങൾ. ഏതെങ്കിലും വിധത്തിൽ പിശാചിന്റെ കാൽപ്പാടുകൾ പിന്തുടരുന്നവരായി നിങ്ങൾ മാറുന്നുവെങ്കിൽ നിങ്ങളെ പിശാച് അവന്റെ അടിമകളാക്കി മാറ്റും. അവൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്യുന്നവരായി നിങ്ങൾ മാറും. അതാണ് അതിന്റെ ഭവിഷ്യത്ത്. അപ്പോ പിശാചിന്റെ ചുവടുവെപ്പുകളാണ്, കാൽപ്പാടുകളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ആ കാൽപ്പാടുകളിലൂടെ ഒന്നങ്ങ് നടന്നു നോക്കിയാൽ എന്താ കുഴപ്പമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ നടന്നു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പിശാച് കൽപ്പിക്കുന്നതൊക്കെ അതേപടി അനുസരിക്കുന്നവരായിട്ട് നമ്മൾ മാറും എന്നതാണ് അതിന്റെ പ്രശ്നം. വിശുദ്ധ ഖുർആനിലെ പിന്നിട്ട ഭാഗത്തൊരിടത്ത് നമ്മള് വലാ തഖ്റബു സിന എന്ന ഒരു പ്രയോഗം കാണുകയുണ്ടായിട്ടുണ്ട്. നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് പറയുന്നു. വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിന് പകരം വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ അടുക്കുന്നത് തന്നെ നമ്മൾ അതിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ഒരു സംഗതിയായി മാറും. അതുകൊണ്ട് അത്തരം സാധ്യതകളുള്ള അത്തരം സംഗതികളിലേക്ക് നമ്മളെ മനസ്സിനെ പ്രേരിതമാക്കുന്ന വിധത്തിലുള്ള സംഗതികൾ പോലും, അതിനെ പോലും നമ്മൾ സമീപിക്കരുത് എന്നാണ് പറയുന്നതിന്റെ സൂചന. വ്യഭിചാരവൃത്തി ഒരു ഒറ്റ ചുവടുവെപ്പില് നിർവഹിക്കപ്പെടുന്ന ഒരു തിന്മയല്ല. മനസ്സതിന് പ്രേരിതമാകുന്ന വിധത്തില് പല ചുവടുവെപ്പുകളിലൂടെയാണ് ഒരാള് വ്യഭിചാരവൃത്തിയിലേക്ക് എത്തുന്നത്. അപ്പൊ സമാനമായൊരു പ്രയോഗം ഇവിടെ പിശാചിന്റെ കാര്യത്തിൽ അള്ളാഹു നമ്മളോട് നമുക്ക് വിവരിച്ചു തരികയാണ്. ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത്. പിശാച് നിങ്ങളെ അങ്ങ് വലിച്ചു കൊണ്ടുപോയി കളയും. അതുകൊണ്ട്
പൈശാചികതയുടെ ലക്ഷണങ്ങളുള്ള, വളരെ പ്രകടമായിട്ട് തന്നെ തിന്മയിലേക്ക് നമ്മളെ നയിക്കാനിടയുള്ളത് എന്ന് തോന്നുന്ന ഫാഹിഷത്തും ഹബായിസും ഒക്കെ ആയ കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഇടയുണ്ട് എന്ന് തോന്നുന്ന വിധത്തിലുള്ള യാതൊന്നും, ഇതൊക്കെ പിശാചിന്റെ കാൽപ്പാടുകളാണ്. അങ്ങനെയുള്ള യാതൊന്നും ചെയ്യുന്നവരാകരുത് നിങ്ങൾ എന്നാണ് ഇവിടെ അള്ളാഹു നിർദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിശാചിന്റെ കാൽപ്പാടുകൾ ഇങ്ങനെ മണ്ണില് പിശാച് നടന്നുപോയ അടയാളങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും പ്രതലത്തില് പിശാച് കാലിങ്ങനെ പതിച്ചു വെച്ച് പോയത് അത് പിന്തുടർന്ന് നമ്മൾ പോവുക എന്നുള്ള അർത്ഥത്തിലല്ല. അത് വളരെ അതിന്റെ അക്ഷരവായനയായിരിക്കും. അങ്ങനെയല്ല, മറിച്ച് പിശാച് നമ്മളെ അവന്റെ ലക്ഷ്യത്തിലേക്ക് വലിച്ചിഴക്കാൻ സാധ്യതയുള്ള പല രംഗങ്ങളുമുണ്ട്, പല ചുവടുവെപ്പുകളുമുണ്ട്, പല പ്രേരണ നൽകുന്ന വിധത്തിലുള്ള പല പ്രാഥമികമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെയും അറുത്തുമാറ്റുക, അതൊന്നും തന്നെ പിന്തുടരാതിരിക്കുക. അതുകൊണ്ട് സത്യവിശ്വാസികളോടായിട്ട് അള്ളാഹു പറയുന്നത്, ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാചിന്റെ ഖുതുവാത്തുകളെ നിങ്ങൾ പിന്തുടർന്നു പോകരുത്, പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. വമൻ യത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, ആരെങ്കിലും പിശാചിന്റെ ശൈത്താന്റെ കാൽപ്പാടുകളെ പിന്തുടർന്നുവെങ്കിൽ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായിട്ടും അവൻ കൽപ്പിക്കുന്നത് ഇത് മാത്രമാണ്, ഫഹ്ശാഉം മുൻകറുമാണ്, തിന്മയും മ്ലേച്ഛവൃത്തിയും മാത്രമാണ് പിശാച് കൽപ്പിക്കുന്നത്. ഒരു നന്മയും പിശാചിൽ നിന്ന് വരാനില്ല. തീർച്ചയായിട്ടും അങ്ങനെ പിശാചിന്റെ കാൽപ്പാടുകളെ പിന്തുടരുന്നവരോട് നീചവൃത്തിയും നികൃഷ്ടമായ കാര്യങ്ങളും മാത്രമാണ് പിശാച് കൽപ്പിക്കുന്നത്. പിശാച് എങ്ങനെ കൽപ്പിക്കുന്നത് എന്ന് പറയുന്നത്, പിശാച് നിങ്ങൾ അതിന് കൽപ്പിക്കും, നിങ്ങളത് പിൻപറ്റാൻ കാരണമാവുകയും ചെയ്യും. ഇതാണ് പരോക്ഷമായിട്ട് അള്ളാഹു വ്യക്തമാക്കുന്നത്. പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. അങ്ങനെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ, ആരെങ്കിലും പിശാചിന്റെ കാൽപ്പാടുകളെ പിന്തുടർന്നു പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പിശാച് ഫഹ്ശാഉം മുൻകറും, മ്ലേച്ഛവൃത്തിയും അതുപോലെ നീചമായ കാര്യങ്ങളും പിശാച് നിങ്ങളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ മനസ്സിനെ അത്തരം സമ്മർദ്ദങ്ങൾക്ക് വിധേയമാക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പിശാചിന്റെ വളരെ ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതോ ആയ രൂപത്തില് നമ്മുടെ മുന്നിൽ വന്ന് പിശാച് കൽപ്പിച്ചാൽ നമ്മൾ ആരും അത് ചെയ്യാൻ പോകുന്നില്ല. പിശാച് അങ്ങനെ കൽപ്പിച്ചു എന്ന് കരുതിയിട്ട് നമ്മളത് ചെയ്യുന്നവരാവില്ല. അപ്പൊ പിശാച് കൽപ്പിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് വളരെ മോഹനമായ ആകർഷകമായ സംഗതിയായിട്ട് നമുക്ക് തോന്നുകയും നമ്മൾ അത് ചെയ്യാൻ സമ്മർദ്ദത്തിലാവുകയും ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ ഫഹ്ശാഉം മുൻകറും പിശാച് കൽപ്പിക്കുകയാണ് ചെയ്യുക. നല്ലതാണെന്നൊക്കെ തോന്നും തുടക്കത്തിൽ, പക്ഷെ പ്രത്യക്ഷത്തിൽ അങ്ങനെ വളരെ ആകർഷകമായ ഒരു നമ്മളെ വല്ലാതെ അതിലേക്ക് പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സ്വഭാവവും ഒക്കെ കാണും അതിന്. പക്ഷെ അത് നമ്മളെ നയിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഫാഹിഷ്യത്തിലേക്കും മുൻകറിലേക്കുമാണ്. അള്ളാഹുവിനെ വിസ്മരിക്കാൻ അത് കാരണമാക്കും. പിന്നീട് നമ്മളെ സ്വാധീനിക്കുന്ന പിശാച് മാത്രമായിരിക്കും. അള്ളാഹു നമ്മളെ സ്വാധീനിക്കുന്ന ഒരവസ്ഥയല്ല പിന്നെ ഉണ്ടാവുക. അള്ളാഹിന്റെ കൽപ്പനകളോ അള്ളാഹുവിനോട് നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള വിധേയത്വമോ ഒന്നുമല്ല പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടാവുക. പിശാചിന്റെ താല്പര്യങ്ങളും സമ്മർദ്ദവും ഒക്കെയാണ് നമ്മളുടെ മേലുണ്ടാവുക. അപ്പൊ ഫൈനഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, എന്നിട്ട് അള്ളാഹു, ഇത് ഇവിടെ നടന്നു വരുന്ന ചർച്ചയുടെ തുടർച്ചയായിട്ടുള്ള ഒരു ഉപദേശമാണ്, ഒരു നിർദ്ദേശമാണ് എന്ന് കാണാൻ കഴിയും.
ഇവിടെ ലൈംഗിക വൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യന്റെ സദാചാരപരതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചർച്ചയിലുള്ളത്. ഈ വിഷയത്തില് അത്തരം ഫഹ്ശായിലേക്കും മുൻകറിലേക്കും നയിക്കപ്പെടാൻ കാരണമാവുന്നത് പിശാചിന്റെ കാൽപ്പാടുകളെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ പിന്തുടർന്ന് പോകുന്നത് വഴിയാണ്. അപ്പൊ ആ വഴികളെ തന്നെയാണ് അറുത്തു മാറ്റേണ്ടത്. ഫാഹിഷ്യത്തിലേക്കും മുൻകറിലേക്കും നമ്മളെ എത്തിക്കുന്ന വിധത്തിലുള്ള എന്തൊക്കെ ചുവടുവെപ്പുകളുണ്ടോ അതൊക്കെയും പിശാചിന്റെ കാൽപ്പാടുകളാണ്. നമുക്കതിനെ ഏത് വിധത്തിലും വിശദീകരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ അസാൻമാർഗികതയിലേക്ക് പ്രേരിതരാക്കുന്ന നിത്യജീവിതത്തിലെ, വിശേഷിച്ച് നമ്മുടെ കാലഘട്ടത്തിലെ ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക് AI ഏജില് തിന്മയിലേക്ക് നമ്മളെ വലിച്ചിഴക്കാൻ സാധ്യതയുള്ള, ഏറ്റവും ചുരുങ്ങിയത് മനസ്സിനെ ഏറ്റവും ഏറെ കെട്ടതാക്കി മാറ്റാൻ, മനസ്സിൽ അസാൻമാർഗികതയുടെ, തിന്മയുടെ, അധാർമികതയുടെ വ്രണങ്ങളെ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലുണ്ട്. ഞാൻ അതിന്റെ പേരും സ്വഭാവമൊന്നും ഇവിടെ പരാമർശിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെയും പിശാചിന്റെ കാൽപ്പാടുകളായിട്ട് നമുക്ക് അപഗ്രഥിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിശാച് ഫഹ്ശാഉം മുൻകറും ചെയ്യാൻ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കും. അവൻ കൽപ്പിക്കുമെന്നാണ് ഇവിടെ ഖുർആന്റെ വാക്ക്. അത് മനസ്സ് നമ്മളെ കൽപ്പിക്കുന്ന കാര്യം നേരത്തെ ഖുർആൻ പരാമർശിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ന നഫ്സ അമ്മാറത്തും ബിസു, നിശ്ചയമായിട്ടും മനുഷ്യന്റെ മനസ്സ് തിന്മ ചെയ്യാൻ അതിശക്തമായി കൽപ്പിക്കുന്ന വിധത്തിലുള്ളതാണ്. അപ്പൊ അമ്മാറത്ത് എന്ന് പറഞ്ഞാൽ അവിടെ കൽപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം. മനസ്സിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ്. അവിടെ കൽപ്പന എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുക എന്ന നമ്മളുടെ സാധാരണ ലിറ്ററലായ അർത്ഥത്തിലാവില്ല. നമ്മളുടെ മനസ്സിനെ തിന്മക്ക് അനുകൂലമായ വിധത്തില് മനസ്സിനെ സമ്മർദ്ദത്തിലാക്കി നിർത്തും. തിന്മ ചെയ്യുവാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന അതിശക്തമായ ഒരു സമ്മർദ്ദമായിട്ട് അത് പ്രവർത്തിക്കും എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോ ഫഹ്ശാഉം മുൻകറും ചെയ്യാൻ മനസ്സിൽ വലിയ സമ്മർദ്ദമായി പിശാചിന്റെ കാൽപ്പാടുകളെ പിന്തുടരുന്ന കാരണമായിട്ട് അങ്ങനെ ഒരു മനോഘടനയിലേക്ക് നമ്മൾ പോകും. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിന്റെ വലിയ ഔദാര്യവും അതുപോലെ കാരുണ്യവും നിങ്ങളുടെ മേലുണ്ടായിരുന്നില്ലെങ്കിൽ മാ സക്ക മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ ഒരാളും തന്നെ തസ്കിയത്ത് നേടിയ, വിശുദ്ധി നേടിയവൻ ഒരിക്കലും ആയി മാറുമായിരുന്നില്ല. നിങ്ങൾ പലരും തസ്കിയത്ത് നേടിയവരായി മാനസികമായി ധാർമ്മികമായ കാര്യങ്ങളിൽ വിശുദ്ധി നേടിയവരായി മാറിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സംരക്ഷണം കാരണമായിട്ട്, അള്ളാഹുവിന്റെ ഫضലും റഹ്മത്തും കാരണമായിട്ടാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഫضലും റഹ്മത്തും നിങ്ങൾക്ക് സംരക്ഷണമേകിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ ഒരാളും തന്നെ വിശുദ്ധി നേടിയവരായിട്ട് മാറിയിട്ടുണ്ടാകുമായിരുന്നില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ വലിയൊരു കാരുണ്യവും ഔദാര്യവും ഒക്കെയാണ് നമുക്ക് മനസ്സ് മലിനമാവാതെ, മനസ്സ് ചെളി പുരണ്ടതാവാതെ, മനസ്സ് തിന്മ നിറഞ്ഞതാവാതെ സുരക്ഷിതമാക്കി നിർത്താൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ ഒരു സംരക്ഷണ കവചം അവൻ നമുക്ക് നൽകിയത് കൊണ്ടാണ്. അവന്റെ ഫضലിന്റെയും റഹ്മത്തിന്റേതുമായ ഒരു കവചം നമുക്ക് അവൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ മാ സക്ക മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ ഒരാളും തന്നെ ഒരിക്കലും വിശുദ്ധി നേടിയവൻ ആകുമായിരുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണ്, ഒരു ഔദാര്യമാണ്
അർഹതയുള്ളവർക്ക് അള്ളാഹു തീർച്ചയായിട്ടും അത് നൽകുന്നു. അങ്ങനെയുള്ള ഒരു കാരുണ്യവും ഔദാര്യവും ഒക്കെയാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്ന മനസ്സിന്റെ ശുദ്ധി എന്ന് പറയുന്നത്. മാ സക്ക എന്ന വാക്ക് അതിനാണ് തസ്കിയത്തൊക്കെ വരുന്നത്. അപ്പോ സക്കീയ് എന്ന് പറഞ്ഞാൽ വിശുദ്ധി നേടിയവൻ, മനസ്സിനെ കളങ്കരഹിതമായി നിലനിർത്തുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. സക്കീയ്, നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ പേരൊക്കെ ഇടാറുണ്ടല്ലോ, സക്കി എന്ന് ചുരുക്കി പറയുന്നുണ്ടാവും, പക്ഷെ അത് അറബിയിൽ സക്കീയ് എന്നാണ്. അപ്പൊ സക്കീയ് അറബികൾ അങ്ങനെ തന്നെ പറയുന്ന ഊന്നൽ കൊടുത്തുകൊണ്ട് വിളിക്കുന്നതും നമുക്ക് കേൾക്കാൻ കഴിയും. സക്കീയ് എന്നാണ് വിളിക്കുക. അപ്പോ മലയാളത്തിലെത്തുമ്പോ അത് വേറെ പല രൂപത്തിലാവുന്നുണ്ടാവും. സാക്കി എന്നൊക്കെ വിളിക്കുന്നവരൊക്കെ കേൾക്കാൻ പറ്റും. അപ്പം പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഒരാള് സക്കിയായി മാറുന്നത് അള്ളാഹുവിന്റെ ഫضലും റഹ്മത്തും ഒക്കെ അയാൾക്ക് ലഭിക്കുന്നത് കൊണ്ടാണ്. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. അപ്പൊ അള്ളാഹുവിന്റെ ഫضലും റഹ്മത്തും ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളിൽ ഒരാളും തന്നെ ഒരിക്കലും വിശുദ്ധി നേടിയിട്ടുണ്ടാകുമായിരുന്നില്ല. എന്നാൽ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വിശുദ്ധി നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ തസ്കിയത്തുള്ളവരാക്കി മാറ്റുന്നു. അല്ലാഹു സമീഉൻ അലീം. നിശ്ചയമായിട്ടും അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനും. ഓരോരുത്തരും എന്താണ് അർഹിക്കുന്നത് എന്നത് കൃത്യമായിട്ട് അള്ളാഹുവിന് അറിയാം. ആ അറിവിന്റെ, ആ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അവർക്ക് തസ്കിയത്ത് നൽകുന്നത് എന്നതാണ് വസ്തുത. ഈ കാര്യം പറഞ്ഞതിന് തുടർന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നത്, അല്ല നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് മറ്റൊരു വിഷയത്തിലേക്കാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന അപവാദ പ്രചാരണവും അതുമായി അതിനെ തുടർന്ന് അള്ളാഹു നടത്തിയ വെളിപ്പെടുത്തലുകളും ഇതൊക്കെ ഉണ്ടാക്കിയ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. കാരണം ഇത് വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ ഉലച്ചു കളയുന്ന, അതിലൊക്കെ വലിയ സങ്കീർണതകൾ കൊണ്ടുവരുന്ന വിഷയമായിരുന്നല്ലോ അത്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ചില പ്രത്യാഘാതങ്ങളും സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു എന്നതാണ് വസ്തുത. അത്തരം ഒരു സംഗതിയിലേക്ക് അള്ളാഹു നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുക. അതിന്റെ മുമ്പായി അള്ളാഹു വ്യക്തമാക്കിയ ഒരു കാര്യം, നിങ്ങൾ പിശാചിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നവരായി മാറരുത്. അങ്ങനെയുള്ള ചുവടുവെപ്പുകൾ നിങ്ങൾ നടത്തുകയാണെങ്കിൽ, പിശാചിന്റെ വഴിയിലൂടെ അങ്ങൊന്ന് നടന്നു നോക്കാം എന്ന് നിങ്ങൾ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിശാച് നിങ്ങളെ സമ്മർദ്ദത്തിലാക്കും. ഫഹ്ശാഉം മുൻകറും ചെയ്യാൻ നിങ്ങളെ കഠിനമായ സമ്മർദ്ദം നിങ്ങളുടെ മേല് അവൻ ചെലുത്തും. അള്ളാഹുവിന്റെ ഫضലും റഹ്മത്തും ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നത്. അതുണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പറ്റുമായിരുന്നില്ല. തീർച്ചയായിട്ടും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വിശുദ്ധിയുള്ളവരാക്കി മാറ്റുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു വിശുദ്ധിയുള്ളവരായി ചിലരെ സംരക്ഷിച്ചു നിർത്തുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് വളരെ യാതൊരു ഡിസ്ക്രിപ്ഷനും ഇല്ലാത്ത വിധത്തിൽ അള്ളാഹു ചെയ്യുന്നു എന്നല്ല. ആരാണ് നന്മയോട് മനസ്സിനെ ചേർത്തു വെക്കുന്നത്, തിന്മയിലേക്ക് മനസ്സിനെ എപ്പോഴും പ്രേരിതമാക്കി നിർത്തുന്നത് ആരാണ് എന്നതൊക്കെ അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് അർഹതയുള്ളവർക്ക് തസ്കിയത്ത് ലഭിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. അത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. അപ്പോ ആരും തന്നെ തങ്ങൾക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള തസ്കിയത്തിന്റെ പേരിൽ ഔദ്ധത്യം കാണിക്കുന്നവരായി മാറേണ്ടതുമില്ല. കാരണം അത് അള്ളാന്റെ ഒരു കാരുണ്യമാണ്, അള്ളാന്റെ ഒരു ഔദാര്യം മാത്രമാണ്. ഞാൻ മാനസികമായി മലിനപ്പെടാത്ത ഒരാളായി ജീവിക്കുന്നു എന്ന ഒരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്റെ ഒരു വലിയ നേട്ടമാണ് എന്ന ഒരു രീതിയിൽ അതിനെ കാണാൻ പാടില്ല.
അത് അങ്ങനെ ഉണ്ടാവുമ്പോൾ അതൊരു ഔദത്യമായിട്ട് മാറും. യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള കാരുണ്യത്തിന്റെയും ഔദാര്യത്തിന്റെയും ഭാഗമാണ് നമുക്ക് ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നു എന്നത്. അത് അള്ളാഹ് നമുക്ക് തന്നിട്ടുള്ള ഒരു കാരുണ്യവും ഔദാര്യവുമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. തനിച്ച് വിട്ടിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ അങ്ങനത്തെ ഒരു സംരക്ഷണ കവചവും നമുക്ക് അവൻ നൽകിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിശുദ്ധിയുള്ളവരായിട്ടൊന്നും നിലനിന്നോളന്ന് ഉണ്ടാകുമായിരുന്നില്ല. നമ്മളും മറ്റു പലരെയും പോലെ മലിനമായ മനസ്സുമുള്ളവരായിട്ട് മാറിയിട്ടുണ്ടാകും. തുടർന്ന് അള്ളാഹു ഒരു പ്രത്യേക വിഷയത്തിലേക്ക് നമ്മളെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅ്തു ഉലിൽ ഖുർബ വൽ മസാകീൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. ഇവിടെ അള്ളാഹു ഒരു പ്രത്യേക നിർദ്ദേശം നൽകുകയാണ്. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി, നിങ്ങളുടെ കൂട്ടത്തില് ശ്രേഷ്ഠ സ്വഭാവ ഗുണങ്ങളുള്ള, ഉത്തമ സ്വഭാവ ഗുണങ്ങളുള്ള ആളുകൾ, അതുപോലെ സാമ്പത്തികമായ ശേഷിയും സാധ്യതകളും ഉള്ള ആളുകൾ, ഇവര് ഒരിക്കലും തന്നെ ശപഥം ചെയ്യരുത്. എന്താണ് ശപഥം? അയ്യൂത്തു ഉലിൽ ഖുർബ വൽ മസാക്കീൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. വളരെ അടുത്ത ആളുകൾക്കും അഗതികൾക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തു വന്നിട്ടുള്ളവർക്കും തങ്ങളൊന്നും നൽകുകയില്ല, അവരെ സഹായിക്കുകയില്ല എന്ന് ശപഥം ചെയ്യരുത്. അപ്പൊ ആരാണ് ശപഥം ചെയ്യുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്? ഉലുൽ ഫദ്ലി മിൻകും വസ്സഅത്ത് എന്നാണ് പറയുന്നത്. ഉലുൽ ഫദ്ൽ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതയുള്ള, എന്തെങ്കിലും വിധത്തിലുള്ള ഉത്കൃഷ്ടതയുള്ള ആളുകൾ. സമൂഹത്തില് അള്ളാഹു നൽകിയ ചില ഉത്കൃഷ്ടതകൾ ചിലർക്കൊക്കെ ഉണ്ട്, കുടുംബപരമായിട്ട്, സാമ്പത്തികമായിട്ട്, തൊഴിൽപരമായിട്ടൊക്കെ. എല്ലാവരെയും ഒരുപോലെയല്ലല്ലോ അള്ളാഹു ഇവിടെ ജീവിത സാഹചര്യങ്ങൾ നൽകി പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പൊ ചിലർക്ക് ചില ശ്രേഷ്ഠതകള്, ചില ഫദ്ല് നമുക്ക് കാണാൻ സാധിക്കുന്നു കുടുംബപരമായി, ജന്മപരമായി. ഇപ്പൊ മാതാപിതാക്കള് വളരെ ഉത്കൃഷ്ടരായ മാതാപിതാക്കളുടെ മകനായോ മകളായോ ജനിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു ഫദ്ലാണ്. അതിന് അതിൻ്റെതായ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും വിധത്തിലുള്ള ഫദ്ലോ സാഴത്തോ ഉള്ളവർ ജീവിതത്തിന്റെ അള്ളാഹു നൽകിയ സൗഭാഗ്യങ്ങളുടെ കാരണത്താൽ ശ്രേഷ്ഠമായ സ്വഭാവ ഗുണങ്ങളുള്ളവരും അതുപോലെ ജീവിത വിശാലത അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകപ്പെട്ടവരും എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശേഷിയും അതുപോലെയുള്ള വരുമാന മാർഗങ്ങളും ഒക്കെ ഉള്ള ആളുകൾ, അത്തരം ആളുകൾ ശപഥം ചെയ്യരുത്. ഉലിൽ ഖുർബ വൽ മസാക്കീൻ, അടുത്ത ആളുകൾക്ക്, ദരിദ്രരായ പാവപ്പെട്ട അടുത്ത ബന്ധുക്കൾക്ക്, അതുപോലെ ഗതിയില്ലാതെ ജീവിക്കുന്ന സമൂഹത്തിലെ ദുർബലരായ ആളുകൾക്ക്, വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തു വന്നിട്ടുള്ള ആളുകൾക്ക്, ഇവർക്കൊന്നും ഞങ്ങൾ സഹായിക്കുകയില്ല, അവർക്കൊന്നും ഇനി ഞങ്ങൾ കൊടുക്കുകയില്ല എന്ന് ആരും ശപഥം ചെയ്യരുത്. ഈ ഉലുൽ ഫളലും സാഴത്തുമായ ആളുകൾ അങ്ങനെ ശപഥം ചെയ്യാൻ മുതിരരുത്. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? വലിയ അഫു, മറിച്ച് അവര് വിട്ടുവീഴ്ച ചെയ്യട്ടെ. വലിയ യസ്ഫഹു, അവര് വിശാലത കാണിക്കുകയും ചെയ്യട്ടെ. എന്നിട്ട് അള്ളാഹു വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, ഏ കൂട്ടരെ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അള്ളാഹു പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ജനങ്ങളോടും അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുക. ഏതെങ്കിലും സന്ദർഭത്തിൽ നിങ്ങളോട് അപ്രിയകരമായ രീതിയിൽ നിങ്ങളോട് പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തു എങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ അവരോട് ഒരു വിരോധം വെച്ച് പുലർത്തുന്നവരാവരുത്. അവർക്ക് ഇനിയൊന്നും കൊടുക്കൂല, അവരെ ഇനി ഞങ്ങൾ സഹായിക്കൂല എന്ന് പറയുന്നവരാകരുത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്നുള്ളത്? നിങ്ങളുടെ ഭാഗത്തും പല വീഴ്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ അള്ളാഹ് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ ഏതെങ്കിലും വിധത്തില് നിങ്ങളോട് എന്തെങ്കിലും അതൃപ്തികരമായ വിധത്തിൽ പെരുമാറിയ ആളുകൾ, അത് നിങ്ങളുടെ അടുത്ത ബന്ധുക്കള്, അഗതികളായ ആളുകള്,
ഹിജ്റ ചെയ്ത് വന്നിട്ടുള്ള ആളുകൾ, ഇത്തരം ആളുകൾക്ക് ഇനി ഇന്ന കാരണങ്ങളാൽ ഞങ്ങള് ഒന്നും കൊടുക്കുകയില്ല, അവരെ ഇനി സഹായിക്കുകയില്ല എന്ന് നിങ്ങൾ ശപഥം ചെയ്യരുത്. അതിന് പകരം നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയും വിശാല മനസ്കത കാണിക്കുകയും ചെയ്യണം. കാരണം എന്താ? അള്ളാഹു നിങ്ങൾക്ക് പുറത്തു വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതല്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ്. അതുകൊണ്ട് ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുക, അവരോട് വിശാല മനസ്കത കാണിക്കുക. അപ്പോഴാണ് അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചയും വിശാല മനസ്കതയും ലഭിക്കാൻ നിങ്ങൾ അർഹരാകുന്നത് എന്നാണ് അള്ളാഹുയോട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പ്രത്യേക സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്ത് അവതരിക്കുന്നത് എന്ന് നമുക്ക് ചില സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തുടങ്ങിയവർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ് ഇതിന് പിൻബലമായിട്ട് കാണാൻ സാധിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഈ സൂറത്തു നൂറിന്റെ തുടക്കത്തിൽ പരാമർശിക്കപ്പെട്ട എന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ, അത് അള്ളാഹു അത് വ്യക്തമാക്കിയതിനെ തുടർന്ന് അതില് വ്യഭിചാരാരോപണം നടത്തി എന്നത് വെളിപ്പെട്ട സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ട 3 ആളുകൾ നേരത്തെ പരാമർശിക്കപ്പെട്ടതാണ്. അതിലൊരാള് മിസ്തഹ് ബിനു ഉസാസ എന്ന പേരുണ്ടായിരുന്ന ഒരാളായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെയും കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു അകന്ന ബന്ധുവാണ് അദ്ദേഹം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പായുടെ ഒരു ആശ്രിതനായിരുന്നു. വളരെ കാലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സാമ്പത്തികമായ പിൻബലവും സഹായവും ഒക്കെയാണ് അദ്ദേഹത്തിനെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ അങ്ങനെ ഒരാള് മിസ്തഹ് ബിനു ഉസാസ ഈ വ്യഭിചാര ആരോപണം അത് അങ്ങനെ പ്രചരിക്കുന്നതിൽ കണ്ണിയായി പോയി എന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ഇവരെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അയാള് കുടുംബ ബന്ധത്തിന്റെ നൈർമല്യം മാനിക്കുന്നവനായില്ല. അതുപോലെ അയാളോട് കാണിച്ചിരുന്ന ഔദാര്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കുടുംബവും ഒക്കെ അയാളോട് കാണിച്ചിരുന്ന ഔദാര്യവും അതുപോലെ വിശാല മനസ്കതയും ഒന്നും അയാൾ ഓർക്കുക പോലും ചെയ്തില്ല ഈ ആരോപണം പ്രചരിപ്പിക്കുന്ന ഘട്ടത്തില് എന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വലിയ വിഷമമുണ്ടാക്കുകയും അദ്ദേഹം ഇനി ഒരിക്കലും അയാൾക്ക് ഒരു സഹായവും നൽകുകയില്ല, അയാൾക്ക് നേരത്തെ നൽകിക്കൊണ്ടിരുന്ന പിന്തുണ ഇനി മേൽ നൽകുകയില്ല എന്ന വിധത്തില് ഒരു ശപഥത്തിൽ ഏർപ്പെട്ട ഒരു കാര്യം ആയിഷ റളിയല്ലാഹു അൻഹ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വിധത്തിലാണ് ഈ ആയത്ത് വരുന്നത് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ വ്യക്തമാക്കുന്നത്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വെളിപ്പെടുത്തുന്ന ഒരു ഹദീസ് പ്രകാരം ഇതുപോലെ ചില ശപഥങ്ങള് ഈ സംഭവവുമായിട്ട് ഖദ്ഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ ചിലരും നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കൂടിയുള്ള സൂചനയാണ് ഇത് എന്നാണ് ഈ ആയത്തിനെ പരാമർശിച്ചുകൊണ്ട് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ സൂചിപ്പിക്കുന്നത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു മാത്രമായിരുന്നില്ല, വേറെയും ചിലരും ഉണ്ടായിരുന്നു എന്നതാണ് സൂചന. അപ്പൊ ഈ ആയത്ത് അവതരിക്കുന്നത് ഈ അപവാദ പ്രചാരണത്തില് പങ്കാളികളായ ആളുകളോട് അവർക്ക് മേലിൽ യാതൊരു സഹായവും പിന്തുണയും സാമ്പത്തികമായിട്ടുള്ള പിൻബലവും ഒന്നും നൽകുകയില്ല എന്ന വിധത്തില് ശപഥം ചെയ്തതിനെ റദ്ദ് ചെയ്യണം എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ആവശ്യപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഈ ആയത്ത് അവതരിക്കുന്നത് അതില് അള്ളാഹു മറിച്ചൊന്നും പറയാൻ കഴിയാത്ത വിധത്തില് ഒരു വാചകം, ഒരു ചോദ്യം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ മുന്നില് ഏത്
സത്യവിശ്വാസത്തിന്റെ ഒരു കണികയെങ്കിലും ഉള്ള ആളാണെങ്കിൽ പോലും ഏതൊരു മനുഷ്യനും ആ ചോദ്യത്തിന്റെ മുന്നിൽ ശരിക്കും പതറിപ്പോകും. ഇനി ഞാൻ അയാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കുകയില്ല, അയാൾ എന്നോട് അത്രയും വലിയ ദ്രോഹമാണ് ചെയ്തത് എന്ന് പറഞ്ഞ ആള് പോലും പെട്ടെന്ന് ഈ ചോദ്യത്തിന്റെ മുന്നിൽ, കാരണം നമ്മളൊക്കെയും അള്ളാഹുവിന്റെ സഹായത്തെയും മഹഫിറത്തിനെയും ഒക്കെ തേടിക്കൊണ്ടിരിക്കുന്നവരും ആശ്രയിക്കുന്നവരുമാണല്ലോ. നമുക്കൊക്കെ തന്നെയും ഒരുപാട് പോരായികകളും വീഴ്ചകളും ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹു പുറത്തു വരുന്നില്ല എന്നതാണ് അവസ്ഥയെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ആയത്തിറങ്ങിയ ഉടനെ അദ്ദേഹം അതൊരു വലിയ ഞെട്ടല് ഉണ്ടാക്കുകയാണ് അദ്ദേഹത്തിന് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹം പറയുന്നത് അള്ളാഹു ആണ്, തീർച്ചയായിട്ടും ഞാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹു എനിക്ക് പുറത്തു തരണം എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ശബ്ദം അവസാനിപ്പിക്കുകയും പിന്നീട് ഈ ബിസ്തഹബിനു ഉസാസ എന്ന ഈ വ്യക്തിക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടുതലായിട്ട് സഹായങ്ങൾ നൽകുകയും നേരത്തേതിനേക്കാൾ കൂടുതൽ ഔദാര്യം കാണിക്കുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ഇത് വിശദമാക്കുന്നത്, ചരിത്രത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. അപ്പോ ഇതിൽ അടങ്ങിയിരിക്കുന്ന വേറൊരു വിഷയം, ഇവിടെ അങ്ങനെ ശപഥം ചെയ്യരുത് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ശപഥം ചെയ്ത ആളുകള് ആ ശപഥം ലംഘിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും ശപഥം ലംഘിക്കുന്നത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള ഗൗരവമുള്ള ഒരു വിഷയമാണല്ലോ. ശപഥം ലംഘിക്കുന്നതിന് അതിന്റെ പ്രായശ്ചിത്തൊക്കെ വേണം എന്നത് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. സൂറത്തുൽ മാഇദയിലും അതുപോലെ വേറെ ഹദീസുകളിലും സൂറത്തുൽ ബഖറയിലെ 224 ആയത്തിലൊക്കെ ശബ്ദം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ഭാഗത്താണ് ഈ ആയത്തുകൾ അടങ്ങിയിട്ടുള്ളത്. അതില് ശബ്ദം ലംഘിക്കുന്നവര് കഫാറത്തായിട്ട്, അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് 10 മിസ്കീന് അഗതികൾക്ക് ഭക്ഷണം നൽകുക, അതല്ലെങ്കിൽ അവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് കഴിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനൊക്കെ നൽകുന്ന തരം ഭക്ഷണം 10 പേർക്ക് 10 അഗതികൾക്ക് നൽകുക എന്നതാണ് പ്രായശ്ചിത്തമായിട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം. അതല്ലെങ്കിൽ അവർക്ക് അതുപോലെ നമ്മളൊക്കെ കുടുംബാംഗങ്ങൾ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം 10 പേർക്ക് നൽകുക എന്നത്, വസ്ത്രം നൽകുക എന്നത്. ഇനി അതും അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക എന്നതാണ്. ഇനി അതൊന്നും സാധിക്കാതെ വരികയാണെങ്കിൽ 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കുക എന്നതാണ് പ്രായശ്ചിത്തമായിട്ട് അവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ വിശദാംശങ്ങള് സൂറത്തുൽ മാഇദയില് 89 ആയത്തില് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ശപഥം ചെയ്യരുത് ഇങ്ങനെ, അതായത് ഉലുൽ ഫളലും അതുപോലെ സാഴത്തും, ശ്രേഷ്ഠ ഗുണങ്ങളുള്ള ആളുകള്, അതുപോലെ ജീവിത വിശാലത സാമ്പത്തികമായിട്ടൊക്കെ നൽകപ്പെട്ടിട്ടുള്ള ആളുകള് തങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക്, അഗതികൾക്ക്, അതുപോലെ പലായനം ചെയ്തെത്തിയിട്ടുള്ള ആളുകൾ, ജീവിത കാര്യങ്ങളിൽ വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്കൊന്നും തങ്ങൾ ഇനിയൊന്നും കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്യരുത്. ആരെങ്കിലും അങ്ങനെ ശപഥം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചെയ്യേണ്ടത് വിട്ടുവീഴ്ച ചെയ്യുകയും വിശാല മനസ്കത കാണിക്കുകയും ചെയ്യുകയാണ്. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നതാണ് അള്ളാഹു എല്ലാവരെയും ആ പോയിന്റിൽ തളച്ചിടുന്ന വിധത്തിൽ ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും അള്ളാഹു പുറത്തു കൊടുക്കുന്നവനും കരുണ കാണിക്കുന്നവനും തന്നെയാണ് എന്നതാണ് വിഷയം. അള്ളാഹു തുടർന്ന് പറയുന്നത്. അപ്പോ ഇതിൽ ഈ കഫാറത്ത് സംബന്ധമായിട്ട്, പ്രായശ്ചിത്ത സംബന്ധമായിട്ട് ഒരു വിഷയം അടങ്ങിയിട്ടുണ്ട്. ഈ ശപഥം ലംഘിക്കുക എന്നത്, നല്ലൊരു കാര്യം കണ്ടാൽ നേരത്തെ ചെയ്തു പോയ ശപഥം തുടർന്ന് കൊണ്ടുപോകേണ്ടതില്ല, കൊണ്ടുപോകാൻ പാടില്ല, മറിച്ച് ആ നല്ല കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് സംബന്ധമായ ചില വിഷയങ്ങൾ ഈ ആയത്തിനോട് അനുബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അത് കൂടുതൽ വിശദമാക്കാമെന്ന്
സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.